ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखामितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरि वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। मूगं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീ ഭഗവത്ഗീത അധ്യായം 12 നമ്മൾ പഠിക്കുന്നത്. ഭക്തിയോഗം എന്ന് പറയുന്ന ആ സെക്ഷനിലെ അവസാനത്തെ അധ്യായമാണ്. 20 ശ്ലോകങ്ങളേ ഉള്ളൂ ഈ ഒരു അധ്യായത്തിൽ. 15-ാമത്തെ ശ്ലോകം വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. 16-ാമത്തെ ശ്ലോകം മുതൽ നമ്മളിന്ന് പഠിക്കുന്നു. അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്? ഈ ഒരു ശ്ലോകങ്ങളുടെ തീം എന്താണ്? അവസാനം 13, 14, 15 ഭക്തന്മാരുടെ ഗുണങ്ങൾ. ശരി, വെരി ഗുഡ്. ഓക്കെ. അദ്വേഷ സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമ ദുഃഖ സുഖ ക്ഷമി സന്തുഷ്ട സതതം യോഗി യയാത്മാ ദൃഢനിശ്ചയ മൈ അർപ്പിത മനോബുദ്ധിർ യോമത് ഭക്ത സമേ പ്രിയ. ഭഗവാൻ പറയുന്നു, ഇങ്ങനെയുള്ള ഭക്തർ എനിക്ക് പ്രിയപ്പെട്ടതാണ്. യസ്മാൻ നോദ്വിജതേ ലോകോ ലോകാൻ നോദ്വിജതേ ചയ ഹർഷാമർഷ ഭയോദ്വേഗേർ മുക്തോ യാസ ച മേ പ്രിയ. ഇനി 16-ാമത്തെ. അനപേക്ഷ ശുചിർദക്ഷ ഉദാസീനോ ഗതാവ്യതഃ സർവാരംഭാ പരിത്യാഗി യോ മദ്ഭക്തഃ സ മേ പ്രിയഃ. അനപേക്ഷാ ശുചിർദക്ഷ ഉദാസീനോ ഗതാവ്യതഃ സർവാരംഭാ പരിത്യാഗി യോ മദ്ഭക്തഃ സ മേ പ്രിയഃ. അനപേക്ഷാ ശുചിർദക്ഷ ഉദാസീനോ ഗതാവ്യതഃ സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്തഃ സ മേ പ്രിയഃ. വായിക്കൂ. ഞാൻ വായിക്കട്ടെ? വായിക്കൂ. അനപേക്ഷ ശുചിർദക്ഷ ഉദാസീനോ ഗതവ്യത സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്ത സമേ പ്രിയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
അനേപേഷ സുജിർദക്ഷ ഉദാസീനോ ഗതവ്യതാഃ സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്ത സമേ പ്രിയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. അനപേക്ഷ ശുചിർദക്ഷ ഉദാസീനോ ഗതവ്യതഃ സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്ത സമേ പ്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അനപേക്ഷ ശുചിർദക്ഷ ഉദാസീനോ ഗതാവിദഃ സർവാരംഭ പരിത്യാഗി യോ മൽഭക്ത സമേ പ്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അനപേക്ഷ ശുചിർദക്ഷ ഉദാസീനോ ഗതവ്യതഃ സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്ത സമേ പ്രിയഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അനപേക്ഷ ശുചിർദക്ഷ ഉദാസീനോ ഗതവ്യതഃ സർവാരംഭ പരിത്യാഗി യോ മൽഭക്ത സമേ പ്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. അനപേക്ഷ സുചിർദക്ഷ ഉദാസീനോ ഗതവ്യത സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്ത സമേ പ്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം കൂടെ വായിക്കും ആരെങ്കിലും? വായിക്കട്ടെ പ്രഭുജി. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീലപ്രഭുപാദിക്ക് ജയ്. സാധാരണ കർമ്മക്രമങ്ങളെ ഒന്നിനെയും ആശ്രയിക്കാത്തവനും വിശുദ്ധനും നിപുണനും ഉത്കണ്ഠ വ്യത എന്നിവയില്ലാത്തവനും ഫലം ഉദ്ദേശിച്ച് പ്രവർത്തിക്കാത്തവനുമായ എന്റെ ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഭാവാർത്ഥം. ഒരു ഭക്തന് ആരെങ്കിലും പണം നൽകുകയാണെങ്കിൽ അതിൽ തെറ്റില്ല. എന്നാൽ പണത്തിനു വേണ്ടി ഭക്തൻ യത്നിക്കരുത്. ഈശ്വര കാരുണ്യത്താൽ താനെ ധനം ലഭിക്കുകയാണെങ്കിൽ അയാൾക്കതുകൊണ്ട് ഇളക്കമുണ്ടാവില്ല. ഭക്തൻ പതിവായി പ്രഭാതത്തിൽ ഭക്തിയുടെ സേവനങ്ങളിൽ ഏർപ്പെടാൻ എഴുന്നേൽക്കും. ദിവസവും തോറും 2 തവണയെങ്കിലും സ്നാനം ചെയ്യും. അതിനാൽ സ്വാഭാവികമായി അയാൾ ബാഹ്യമായും ആന്തരികമായും വിശുദ്ധനാണ്. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും സാരം എന്തെന്നറിയുന്നതുകൊണ്ടും പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടും ഭക്തൻ നിപുണനായിരിക്കും. അയാൾ ഒരു പ്രത്യേക കക്ഷിയിലും പെടില്ല. അങ്ങനെ സ്വതന്ത്രനുമാണ്. അയാൾ എല്ലാ ഉപാധികൾക്കും അതീതനാകയാൽ ഒരിക്കലും വേദനിക്കുന്നില്ല. ഈ ശരീരം ഒരു ഉപാധിയാണെന്ന് അയാൾക്ക് അറിയാവുന്നതിനാൽ ശാരീരിക വേദനകൾ ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. ഭക്തിയുടെ സേവനത്തിന്റെ പ്രമാണങ്ങൾക്കെതിരായുള്ള ഏതൊരു പ്രവൃത്തിക്കും അയാൾ ഒരുങ്ങുകയില്ല. ഉദാഹരണത്തിന്, വലിയ ഒരു കെട്ടിടം പണിയാൻ ഒട്ടേറെ ശക്തി വിനിയോഗിക്കേണ്ടതുണ്ട്. തന്റേതായ ഭക്തിയുടെ സേവനത്തിന്റെ പുരോഗതിക്കുതകുന്നതല്ലെങ്കിൽ അത്തരമൊരു പ്രവൃത്തി അയാൾ ഏറ്റെടുക്കുകയില്ല. കൃഷ്ണനു വേണ്ടി ഒരു ക്ഷേത്രം പണിയിക്കാനും തത്സംബന്ധമായി ഏതു ക്ലേശവും സഹിക്കാനും ഒരുങ്ങിയേക്കാം. പക്ഷേ സ്വന്തം ബന്ധുക്കൾക്ക് വേണ്ടി മണിമന്ദിരം നിർമ്മിക്കുകയില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. പ്രണാം. താങ്ക് യു. സോ ഇവിടെ 13ാമത്തെ ശ്ലോകം മുതൽ ഭഗവാൻ ഇവിടെ പറയുന്നു, എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഭക്തരുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്. മനോഹരമായിട്ടുള്ള സെക്ഷനാണ്. അദ്വേഷ്ട. വീണ്ടും നമ്മൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുവാണ്, കാരണം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്. അദ്വേഷ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയയില്ലാതെ, നമുക്ക് മാത്സര്യബുദ്ധി ഇല്ലാത്ത ആളുകൾ. സർവഭൂതാനാം മൈത്ര, എല്ലാവരോടും സൗഹൃദബന്ധം കാണിക്കുന്ന, അതായത് ശത്രുക്കളില്ല അവർക്ക്, എല്ലാവരോടും മൈത്രി ഭാവമാണ്. കരുണ, എല്ലാവരോടും കാരുണ്യം കാണിക്കുന്നു. നിർമ്മമ, എൻ്റേതാണെന്ന് ഒന്നും വിചാരിക്കുന്നില്ല, എല്ലാം ഭഗവാന്റേതാണെന്ന് വിചാരിക്കുന്നു. നിരഹങ്കാര, മിഥ്യഹങ്കാരമില്ലാത്തത്. സമ ദുഃഖ സുഖ, ദുഃഖമാണെങ്കിലും സുഖമാണെങ്കിലും സമഭാവത്തോടു കൂടി കാണുന്നു. ക്ഷമി, ക്ഷമയുള്ളവർ, ടോളറേറ്റ് ചെയ്യുന്നവർ. സന്തുഷ്ട, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളവർ. എന്താണോ ഭഗവാൻ തന്നിട്ടുള്ളത് അതിൽ അവർ സന്തുഷ്ടരാണ്. കൂടുതൽ ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ. യോഗി, സതതം സന്തുഷ്ട, സതതം. പിന്നെ യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭക്തിയുടെ സേവനങ്ങൾ ചെയ്യുന്നു. യഥാ ആത്മ, സെൽഫ് കൺട്രോൾ, അതായത് ഇന്ദ്രിയങ്ങളെയൊക്കെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്നവർ. ദൃഢനിശ്ചയ, വളരെ നിശ്ചയദാർഢ്യമുള്ളവർ. മൈ അർപ്പിത മന ബുദ്ധി, മനസ്സും ബുദ്ധിയും എന്നിൽ പൂർണ്ണമായിട്ടും സമർപ്പിച്ചിട്ടുള്ളവർ. അങ്ങനെയുള്ളവർ എൻ്റെ പ്രിയപ്പെട്ടതാണ് എന്ന് 13ലും 14ലും ഭഗവാൻ പറഞ്ഞു. 15ൽ അദ്ദേഹം പറയുന്നു,
അതായത് യസ്മാൻ നോദ്വിജതേ ലോകോ, ആ വ്യക്തി കാരണം, എൻ്റെ ഭക്തൻ കാരണം മറ്റുള്ളവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ട് ഭക്തൻ കൊടുക്കില്ല. അതേപോലെ വേറെ ആരെങ്കിലും അവരെ ബുദ്ധിമുട്ടിച്ചാലും അവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. കാര്യം സന്തോഷത്തിലും സന്താപത്തിലും വിഷമത്തിലും ദുഃഖത്തിലുമൊക്കെ ഒരേപോലെയാണ്, എല്ലാം ഒരേപോലെ കാണുന്നു. അതേപോലെ പേടിയില്ല, വ്യാകുലതയില്ല. കാര്യം എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് പേടിക്കുന്നത്, എന്തിനാണ് വ്യാകുലത? അങ്ങനെയുള്ളവർ എൻ്റെ പ്രിയപ്പെട്ടതാണെന്ന് ഭഗവാൻ പറയുന്നു. 16-ാമത്തെ ശ്ലോകത്തിൽ, നമ്മൾ ഇന്ന് വായിച്ച ശ്ലോകത്തിൽ പറയുന്നു, എൻ്റെ ഭക്തർ അനപേക്ഷ ശുചിർ ദക്ഷ. അനപേക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രലായിട്ടുള്ള ഭാവം. അതായത് ഒന്നിനും, അതായത് ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും ഒരേപോലെ പെരുമാറുന്നു. അതേപോലെ തന്നെ ഇവിടെ ശീലപ്രഭുജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഇപ്പോൾ ഒരു ഭക്തന് അദ്ദേഹത്തിന് ഒരുപാട് പൈസ കിട്ടുവാണെങ്കിൽ, അദ്ദേഹത്തിന് വരുമാനമായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലും സോഴ്സിലൂടെ അദ്ദേഹത്തിന് പൈസ വരുന്നുണ്ട് അദ്ദേഹത്തിന് ജീവിതത്തിൽ നിന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് അദ്ദേഹം കൂടുതൽ സന്തോഷിക്കുന്നില്ല. സാധാരണ ഭൗതികവാദികളെ പോലെ അവർക്ക് പൈസയാണ് എല്ലാം. പൈസ കിട്ടിയാൽ ഒരുപാട് സന്തോഷവും വീണ്ടും വീണ്ടും കിട്ടാനുള്ള അത്യാഗ്രഹവും, പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും വിഷമവും. ജീവിതത്തിന് ഇനി ലക്ഷ്യമില്ല, അല്ലെങ്കിൽ നശിച്ചു പോയി, എല്ലാം പോയല്ലോ ഭഗവാനെ എന്ന് പറയും. എന്താണ് കാര്യം? നമ്മൾ പൈസയാണോ എല്ലാം? ഒന്നുമല്ല. പോയിക്കോട്ടെ, ഇന്ന് നമുക്ക് പോകാനുള്ളതാണെങ്കിൽ അത് പോയിരിക്കും. നമ്മൾ അത് എത്ര വലിയ ലോക്കറിനകത്ത് പൂട്ടി വെച്ചിട്ടും കാര്യമില്ല. പോകാനുള്ളതാണെങ്കിൽ അത് പോയിരിക്കും, വരാനുള്ളതാണെങ്കിൽ വന്നിരിക്കും. ഈ ഒരു ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ട് എന്താണോ ഭഗവാൻ തന്നിട്ടുള്ളത്, തരുന്നത്, അതിൽ സംതൃപ്തരാവാൻ നോക്കുക. ഇതാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ തിയറി എളുപ്പമാണ് പറയാൻ, പക്ഷേ അത് പ്രാക്ടിക്കലി വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ നല്ലത്, കുറച്ചും കൂടെ എന്നുള്ളൊരു ആഗ്രഹം വരുന്നത്. ഈ ഒരു പ്രോബ്ലത്തിൽ ഞാനും പങ്കാളിയാണ്, അല്ലെങ്കിൽ ഞാനും അങ്ങനെ തന്നെയാണ്. എല്ലാവരും ഒരുപക്ഷെ ഞാൻ എൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. സോ അങ്ങനെയാണ്. ആഗ്രഹങ്ങൾക്ക് കുറവൊന്നുമില്ല, എപ്പോഴും ആഗ്രഹങ്ങൾ കൂടിക്കൊണ്ടിരിക്കുള്ളൂ. അനപേക്ഷ ശുചിർ. അപ്പോൾ അനപേക്ഷ എന്ന് പറഞ്ഞാൽ ന്യൂട്രലായിട്ടുള്ള അവസ്ഥ. വേറെ, അതായത് അവർ ന്യൂട്രലാണ്. ശുചി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അതായത് ശുദ്ധമായി ഇരിക്കുക. അത് രണ്ട് തരത്തിൽ, അകത്തുനിന്നും പുറത്തുനിന്നും. പുറത്തുനിന്ന് ശുദ്ധരാവാൻ വേണ്ടി കുളിക്കുന്നു, ശരീരം വൃത്തിയാക്കി സൂക്ഷിക്കുന്നു. അതേപോലെ അകത്ത് ശുദ്ധമാക്കാൻ എന്താണ് നമ്മൾ ചെയ്യുന്നത്? നാമം ജപിക്കുന്നു, ഭക്തി സേവനങ്ങൾ ചെയ്യുന്നു, അങ്ങനെ ശുചിയാക്കി വെക്കുന്നു. ദക്ഷ, മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ദക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സ്പേർട്ടായിരിക്കും, നല്ല പ്രഗത്ഭരായിരിക്കും, സ്മാർട്ടായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? ദക്ഷ സ്മാർട്ടായിട്ട്, അതായത് പൈസ ഉണ്ടാക്കാനുള്ള സ്മാർട്ട്നെസ് അല്ല, അല്ലെങ്കിൽ കുറേ ആൾക്കാരുടെ മുമ്പിൽ കുറേ എന്തെങ്കിലും വാചകടിച്ച് അവരെ വീഴ്ത്താനുള്ള ആ ഒരു സ്മാർട്ട്നെസ്സിനെ കുറിച്ചല്ല പറയുന്നത്. എക്സ്പേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രങ്ങൾ അറിയുന്നുണ്ടാവും, ശാസ്ത്രങ്ങളും അതിലെ എസെൻസും അറിയുന്നുണ്ടാവും. അതുകൊണ്ട് അവർ ജീവിതത്തിനെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് അവർക്കറിയാം. അതിൽ എക്സ്പേർട്ടായിരിക്കും അവർ. മാത്രമല്ല ഭഗവാന്റെ സർവീസസ് ചെയ്യാനും അവർക്ക് ആ ഒരു കഴിവ് ഭഗവാൻ കൊടുക്കുന്നു. നമ്മൾ ആത്മാർത്ഥതയോടുകൂടി അതിനുവേണ്ടി പരിശ്രമിക്കുന്നു, ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു, ഗുരുവിൻ്റെ കൃപ ചോദിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ എക്സ്പെർട്ടീസ് അല്ലെങ്കിൽ ആ ഒരു സർവീസ് ചെയ്യാനുള്ള കഴിവ് അവർ നമുക്ക് അനുഗ്രഹമായിട്ട് തരുന്നു. നമ്മളെന്നും ചൊല്ലുന്ന ഗുരു അഷ്ടകത്തിലുണ്ട്, നികുഞ്ചയൂനോ രതികേളി സിദ്ധൈ യാലിബീർ യുക്തി നിരപേക്ഷണീയ തത്രാദി ദക്ഷ്യാത് അതിവല്ലഭസ്യ വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം. അവിടെ ദക്ഷ എന്നുള്ള വാക്ക് വരുന്നുണ്ട്. എന്താണ് പറയുന്നത്? അതായത് ഗുരു ശ്രീ കൃഷ്ണൻ്റെയും ഗുരുവിൻ്റെ ആ മഞ്ജരി സ്വരൂപം അല്ലെങ്കിൽ ഗോപി സ്വരൂപത്തിൽ നിൽക്കുമ്പോൾ ശ്രീ ഗുരു രാധാകൃഷ്ണൻ്റെ അവരുടെ ലീലയിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് നികുഞ്ചങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യുന്നു. എക്സ്പേർട്ടാണ്. അപ്പോൾ എക്സ്പേർട്ടാണെന്ന് പറയുന്നു ശ്രീ ഗുരു അതിൽ.
അപ്പോൾ സർവീസസിലും എക്സ്പെർട്ടീസ് കൊടുക്കുന്നു, ഭഗവാന്റെ അനുഗ്രഹമാണത്. സോ അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ സ്മാർട്ടാണെന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ഒരു കാര്യം കൂടെ ശാസ്ത്രങ്ങളെക്കുറിച്ച് അറിയാമെന്നുള്ളത് പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ സ്മാർട്ട്നെസ് വരും നമുക്ക്. അതായത് ചില സിറ്റുവേഷനിൽ ആവശ്യത്തിനും, അല്ലെങ്കിൽ നമുക്കറിയാം ഇവിടെ സമയം പാഴായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചർച്ചകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, നമുക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളാണ്, ഭഗവാനെക്കുറിച്ചുള്ളതല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എക്സ്പേർട്ടായിട്ട് അവിടെ നിന്ന് മുങ്ങാൻ ഉള്ള ഒരു ബുദ്ധിയും ഭഗവാൻ തരുന്നു. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനും ഒക്കെയുള്ള ആ ഒരു ബുദ്ധിയും സ്മാർട്ട്നെസ്സും നമുക്ക് ഭഗവാൻ തരും. നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിനെ പരിശ്രമിക്കുന്നവരാണെങ്കിൽ. അല്ലെങ്കിൽ തിരിച്ചറിയില്ല, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ ആ കൂട്ടത്തിൽ കൂടിപ്പോകും. അങ്ങനെ അപ്പോൾ അതെല്ലാം ഇവിടെ പറയുന്നു. പിന്നെ ഇവിടെ പറയുന്നു നാലാമത്തെ ദക്ഷകന് ഉദാസീനോ. ഉദാസീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കെയർ ഫ്രീ ആണ്. കെയർ ഫ്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് ടെൻഷനില്ല, അവർക്ക് ടെൻഷനില്ല ഒന്നിനെക്കുറിച്ചും. അതായത് അവർക്ക് ഒന്നിനെക്കുറിച്ചൊരു വിഷമവുമില്ല. കാര്യം അവർക്കറിയാം ഈ പറയുന്ന ഉപാധികളൊക്കെ താൽക്കാലികമാണെന്നുള്ളത്. ഇന്ന് ഈ ഉപാധിയുണ്ട്, ശരീരമുണ്ട്, ഇന്നൊരു പേരുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ അറിയുന്നുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ പല ഉപാധികളുമുണ്ട്, ജോലിയുണ്ടാവും. എന്നാൽ ഇതെല്ലാം ഉപാധികളാണ്. സർവോപാധി വിനിർമുക്തം തത്പരത്വേന നിർമ്മലം എന്നാണ് നാരദ പഞ്ചരാത്രത്തിൽ പറയുന്നത്. ശുദ്ധഭക്തി, ഉത്തമ ഭക്തിയുടെ ലക്ഷണം എല്ലാ ഉപാധികളെയും നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് ഭഗവാനെ സേവിക്കുക എന്നുള്ളത്. അപ്പോൾ ഉപാധികളൊന്നും ഇവരെ ബാധിക്കാത്തതുകൊണ്ട് അവർക്ക് ടെൻഷനൊന്നുമില്ല, അവർ ഫ്രീ ആണ് എപ്പോഴും. അതാണ് പറയുന്നത് ഉദാസീന. ഓക്കെ. ഗതാവ്യത, എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അവർ ഫ്രീ ആണ്. പിന്നെ സർവാരംഭ, അതേപോലെ തന്നെ സർവാരംഭ പരിത്യാഗി, അതായത് ഒരുപാട് നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനുവേണ്ടി, അതായത് ഓവർ എൻഡവർ ചെയ്യുക. ഓവർ എൻഡവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിനേക്കാൾ കൂടുതൽ നമ്മൾ എൻഡവർ ചെയ്യുക ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യില്ല. എന്താണോ ചെയ്യേണ്ടതായിട്ടുള്ളത് അവർ ചെയ്യുന്നു. മിനിമമായിട്ട് ചെയ്യേണ്ടത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ ചെയ്യേണ്ടതുണ്ടോ, മെയിൻ്റെനൻസിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്യേണ്ടത് അവർ ചെയ്യുന്നു. അതിനും കൂടുതൽ എൻഡവർ ചെയ്യുന്നില്ല. വരാനുള്ളത് ഭഗവാൻ കൊടുത്തിരിക്കും. നമുക്ക് വരാനുള്ളത് വരും. പക്ഷെ അതിന് ട്രൈ ചെയ്തില്ലെങ്കിൽ അത് മടിയാണ്. ട്രൈ ചെയ്യരുത് എന്നുള്ളതല്ല, ട്രൈയും ചെയ്യണം. ട്രൈ ചെയ്യണം. നമ്മളത് മാറ്റിവെച്ചിട്ടല്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ കൈകെട്ടിയിരിക്കുകയാണ് ഭഗവാൻ ചെയ്തോളും എന്ന് പറയുന്നത്, അത് ശരിയായിട്ടുള്ളൊരു വഴിയല്ല. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക. എന്തിനുള്ളതാ? ഭൗതികമായിട്ടുള്ള ഭക്തിയുടെ കാര്യത്തിലാണ് കൂടുതലും അത് പറയുന്നത്. ചെയ്യാനുള്ളത് ചെയ്തിട്ട് അത് നമ്മൾ രണ്ട് തരത്തിലും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഭക്തിയാണെങ്കിലും നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക, ബാക്കി ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്യുക. അതേപോലെ തന്നെ മിനിമം നമ്മുടെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച്, ചിലപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ജോലിക്ക് പോവാതെ ഒരു വരുമാനം ഉണ്ടാവില്ല ജീവിക്കണമെങ്കിൽ. അപ്പോൾ ജോലിക്ക് പോവാതെ വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു വരുമാനം ഇല്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? ഭക്ഷണം എങ്ങനെ കഴിക്കും? എങ്ങനെ ഭഗവാനെ സേവനം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ തടസ്സങ്ങൾ വരും. അപ്പോൾ മിനിമമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും, അത് ചെയ്യുക. എന്നാൽ ഓവറായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അതിൽ നമ്മുടെ സമയം പാഴാക്കാൻ അവർ നോക്കില്ല. അപ്പോൾ ഭഗവാൻ പറയുന്നു, ഇങ്ങനെയുള്ളവരൊക്കെ യോമത് ഭക്ത സമേ പ്രിയ, അങ്ങനെയുള്ള ഭക്തരൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരാണ് എന്ന്. പിന്നെ ഉദാഹരണം ഇവിടെ പറയുന്നു ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ, ഭക്തിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻഡേവേഴ്സ് അവരെടുക്കും. അതിന് സഹായിക്കാത്ത കാര്യങ്ങൾ, പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവരൊന്നും അങ്ങനെയുള്ള ഒരു എൻഡേവറും അവരെടുക്കാൻ പോകുന്നില്ല. അവിടെ പറയുന്നു അതിന് ഉദാഹരണമായിട്ട് ഒരു ഭക്തനെ സംബന്ധിച്ച് വലിയൊരു ബിൽഡിംഗ് കെട്ടാനുള്ള ഒരു ആഗ്രഹം, അതിനു വേണ്ടി അവർ മുഴുവൻ എനർജി എടുക്കുക എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യില്ല. നേരെ മറിച്ച് ഭക്തൻ അമ്പലം കെട്ടാൻ വേണ്ടി, നിർമ്മിക്കാൻ വേണ്ടി ഒരു പക്ഷേ അദ്ദേഹത്തിന് അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നു. നമ്മുടെ സമയവും എനർജിയും ഒക്കെ അതിനു വേണ്ടി ഉപയോഗിക്കുന്നു, ഭഗവാന് വേണ്ടിയിട്ട്. അത് ഭഗവാന്റെ സർവീസ് ആയതുകൊണ്ട്. എന്നാൽ അവനവൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടുള്ള വലിയ വീട് കെട്ടാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ സമയം പാഴാക്കില്ല, അല്ലെങ്കിൽ കൂടുതൽ അതിനു വേണ്ടി പ്രയത്നിക്കില്ല. കാര്യം
മിനിമം സ്റ്റാൻഡേർഡ്സ് വേണ്ടതെല്ലാം നമുക്ക് വേണം. മിനിമമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, കൂടുതൽ അതിൽ തല കളയാതെ, അതിന് സമയം കളയാതെ കൂടുതൽ സമയം ഭക്തിയുത സേവനങ്ങൾ ചെയ്തുകൊണ്ട് ഇരിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ളവർ. സോ ഇങ്ങനെയുള്ളവർ ഭഗവാൻ പറയുന്നു പ്രിയപ്പെട്ടവരാണ്. ഓക്കെ, 17ാമത്തെ ശ്ലോകം. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭാ പരിത്യാഗി ഭക്തിമാൻ യാ സമേ പ്രിയഃ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാൻ യാ സമേ പ്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാൻ യാ സമേ പ്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാൻ യാ സമേ പ്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാൻ യാ സമേ പ്രിയഃ. ഹരേ കൃഷ്ണ പ്രഭുജി. കൃഷ്ണ. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാൻ യഃ സമേ പ്രിയഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. വായിക്കട്ടെ. വായിക്കൂ. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. സന്തോഷിക്കുകയോ ദ്വേഷിക്കുകയോ ദുഃഖിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാത്തവനും ശുഭങ്ങളെയും അശുഭങ്ങളെയും ത്യജിച്ചവനുമായ ഭക്തൻ എനിക്ക് അത്യന്തം പ്രിയനാണ്. ഭാവാർത്ഥം. ഒരു വിശുദ്ധ ഭക്തന് ഭൗതിക ലാഭനഷ്ടങ്ങളിൽ സന്തോഷമോ സന്താപമോ തോന്നാറില്ല. ഒരു ശിഷ്യനെയോ മകനെയോ ലഭിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കാറില്ല. ലഭിച്ചില്ലെങ്കിൽ ദുഃഖിക്കുകയുമില്ല. തനിക്ക് നന്നേ പ്രിയപ്പെട്ടതെന്തെങ്കിലും നഷ്ടമാവുമ്പോൾ അയാൾ വിലപിക്കുകയുമില്ല. താനാഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ വ്യസനിക്കുകയുമില്ല. ശുഭങ്ങളും അശുഭങ്ങളും പാപപങ്കിലങ്ങളുമായ പ്രവർത്തനങ്ങൾക്ക് അതീതനാണ് ഭക്തൻ. ഭഗവത് പ്രീതിക്കു വേണ്ടി ഏതാപത്തും ചുമക്കാൻ തയ്യാറാണ് അയാൾ. തന്റെ ഭക്തിയുത സേവനം നിറവേറ്റുന്നതിൽ യാതൊന്നും തടസ്സമല്ല തന്നെ. അങ്ങനെയുള്ള ഭക്തനോടത്രേ കൃഷ്ണന് ഏറ്റവും സ്നേഹം. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു ന ഹൃഷ്യതി ന ദ്വേഷ്ടി. രണ്ട് കാര്യങ്ങൾ ഭഗവാൻ പറയുന്നു. അതായത് സന്തോഷങ്ങളിൽ ഒരുപാട് സന്തോഷിക്കാതെ, ന ഹൃഷ്യതി, അതേപോലെ ദുഃഖങ്ങൾ വരുമ്പോൾ വിഷമിക്കാതെ, എല്ലാം വളരെ സമഭാവത്തോടുകൂടി കാണുന്നു. അങ്ങനെയുള്ളവരും അതേപോലെ തന്നെ ശുഭവും അശുഭവുമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ വ്യത്യാസമൊന്നുമില്ലാതെ ഉള്ള ആളുകൾ എല്ലാം, ഇപ്പോൾ ശുഭമാവട്ടെ അശുഭമാവട്ടെ പാപമാവട്ടെ എന്ത് വേണമെങ്കിൽ ആവട്ടെ, എല്ലാത്തിനെയും അവർ പരിത്യാഗി, അതിനൊക്കെ ശുഭാശുഭ പരിത്യാഗി, അതെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുന്ന ഭക്തിമാൻ യാ സമേ പ്രിയ, അങ്ങനെയുള്ള ഭക്തർ എനിക്ക് പ്രിയപ്പെട്ടതാണെന്ന് ഭഗവാൻ പറയുന്നു. ശിലപ്രഭാജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഒരു ശുദ്ധ ഭക്തൻ സന്തോഷമാണെങ്കിൽ ഒരുപാട് ഓവറായിട്ട് സന്തോഷിക്കില്ല. എന്തെങ്കിലും വന്നാലും നടന്നാലും, ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളാവട്ടെ എന്ത് വേണമെങ്കിൽ ആവട്ടെ, അല്ലെങ്കിൽ നഷ്ടമാവുമ്പോൾ ദുഃഖവും ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ദുഃഖത്തിലും അവർ കൂടുതൽ ദുഃഖിക്കുന്നില്ല. ഇത് എന്തായാലും പോകാനുള്ളതാണെങ്കിൽ പോയിരിക്കും, വരാനുള്ളതാണെങ്കിൽ വന്നിരിക്കും. ഇതെല്ലാം നടക്കുന്നത് എൻ്റെ കഴിവ് കൊണ്ടോ ഞാൻ എന്തെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ഒരു ക്രെഡിറ്റ് കൊണ്ട് കിട്ടുന്നതെല്ലാം ഭഗവാൻ എനിക്ക് തരുന്നതാണ്. അപ്പോൾ ഭഗവാൻ അത് എപ്പോൾ വേണമെങ്കിൽ തരാം, എപ്പോൾ വേണമെങ്കിൽ തിരിച്ചെടുക്കാം. ആ ഒരു ഭാവമായിരിക്കും അവർക്ക്. അപ്പം അതുകൊണ്ട് അവർ കൂടുതൽ സന്തോഷിക്കുന്നില്ല, നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷമിക്കുന്നുമില്ല. ഇവിടെ ശീലപ്രഭാജി പറയുന്നു, അങ്ങനെയുള്ളവർ ഒരു മകനെ കിട്ടാനോ അല്ലെങ്കിൽ ഒരു ശിഷ്യനെ കിട്ടാനോ വേണ്ടി അവർ കൂടുതൽ ആങ്സൈറ്റി ഒന്നും എടുക്കുന്നില്ല. അത് കിട്ടാനുള്ളതാണെങ്കിൽ വരാനുള്ളതാണെങ്കിൽ വന്നിരിക്കും. അതാണ് പറയുന്നത്, വരാനുള്ളതാണെങ്കിൽ വന്നിരിക്കും. അതങ്ങനെയാണ്. നമുക്ക് എന്താണെങ്കിലും ജീവിതത്തിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കുന്നുണ്ടെങ്കിൽ നടക്കും, നടക്കാനുള്ളതാണെങ്കിൽ നടക്കും,
ഇനി അതിനുവേണ്ടി നമ്മൾ കൂടുതൽ ആങ്സൈറ്റി എടുത്ത് വിഷമിച്ച് പല പല കാര്യങ്ങൾ അത് നടക്കാൻ വേണ്ടി നടക്കാത്തൊരു കാര്യത്തെ നടത്താൻ ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ വ്യാകുലത വരുന്നത്. അതാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്ത് ഇല്ലാത്ത പൈസ വേണം എന്നുള്ള ആഗ്രഹം, അപ്പോൾ അതിനുവേണ്ടി പല വേറെ വഴികളും നോക്കുന്നു. അതുപോലെ ഭഗവാൻ ചിലപ്പോൾ ഈ ജന്മത്തിൽ നമുക്കതിനുള്ള ക്രെഡിറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് നടക്കാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അതിനെന്തെങ്കിലും കാരണമുണ്ടാവും. നമ്മുടെ കർമ്മം തന്നെയാണ് കാരണം, അതിന് സംശയമൊന്നുമില്ല. എന്ത് നടക്കുന്നു പ്രാരാബ്ധ കർമ്മത്തിൻ്റെ ഫലത്തിലാണ്. ഇത് പ്രാരാബ്ധ കർമ്മം കൊണ്ടാണ് ബാക്കിയെല്ലാം. നമുക്ക് എത്ര പൈസ കിട്ടും, എത്ര നമ്മുടെ വരുമാനം ഉണ്ടാവും, അല്ലെങ്കിൽ എത്ര നമുക്ക് സേവിങ്സ് ഉണ്ടാവും, നമുക്ക് കുട്ടികൾ ഉണ്ടാവുമോ, കുട്ടികൾ ഉണ്ടാവില്ലേ, എത്ര കുട്ടികളുണ്ടാവും, ഇനി കുട്ടികൾ ഉണ്ടായാൽ തന്നെ ആ കുട്ടികൾ തലതിരിഞ്ഞ കുട്ടികളാവോ, ഭക്തരാവോ, എങ്ങനെയാവോ, ഇതൊന്നും നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്. ഓക്കെ, നമ്മൾ അവരെ ഗൈഡ് ചെയ്യണം, അതൊക്കെ ശരിയാണ്. പക്ഷേ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം ഒരു നിശ്ചയമുണ്ട്, എല്ലാത്തിനും ഒരു ധാരണയുണ്ട്. ഒന്നും ചാൻസ് കൊണ്ട് അങ്ങനെ എല്ലാം നടക്കുന്നതെന്ന് പറയാൻ സാധിക്കില്ല നമുക്ക്. എല്ലാം ബൈ ചാൻസ് നടക്കുന്നതല്ല. കുറേയൊക്കെ ഡിസ്റ്റൈൻഡാണ്, പിന്നെ കുറേയൊക്കെ നമ്മുടെ കയ്യിലും ഉണ്ട്. നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്യേണ്ട കാര്യങ്ങളുമുണ്ട്. രണ്ടുമുണ്ട്. അപ്പോൾ രണ്ടും നോക്കി അത് ഒരു ഭക്തന് ഭക്തി സേവനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി, ശാസ്ത്രങ്ങൾ പഠിക്കുന്ന വ്യക്തി, അങ്ങനെയുള്ള, അതായത് ഗുരുവിൻ്റെ കീഴിൽ നിന്ന് ശാസ്ത്രങ്ങൾ പഠിക്കുന്നവർക്ക് ഇതെല്ലാം വേണ്ട രീതിയിൽ നോക്കിക്കാണാൻ സാധിക്കും. ഇപ്പോൾ കുട്ടിയില്ലാത്ത ഒരാൾ കൂടുതൽ വിഷമിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ പറയും 100 ആൾക്കാർ ഒരുപാട് ഓപ്ഷൻസ്, ഒരുപാട് അഭിപ്രായങ്ങൾ പറയും. ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യൂ, ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യൂ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ. അതിൽ വല്ല അർത്ഥമുണ്ടോ? അർത്ഥമില്ല. കാര്യം ഭഗവാൻ അത് നമുക്ക് തരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് നമുക്ക് ഈ ജന്മത്തിൽ അപ്ലിക്കബിൾ ആണെങ്കിൽ, വരാനുള്ളതാണെങ്കിൽ അത് വന്നിരിക്കും. അത് നാച്ചുറലായിട്ട് വന്നിരിക്കും, അത് ഉറപ്പാണ്. അതിനുവേണ്ടി ശ്രമിക്കേണ്ട എന്നുള്ളതല്ല, ശ്രമിച്ചിട്ടും വരാതെ കുറേ ട്രൈ ചെയ്തിട്ടും വന്നില്ല, ദാറ്റ്സ് ഓൾ. നമ്മളതിനെ മനസ്സിലാക്കണം. അത് ഭഗവാന്റെ നിശ്ചയമാണ്, കർമ്മത്തിൻ്റെ ഫലമായിരിക്കും. അത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക. എന്താണോ ഭഗവാൻ എടുക്കുന്ന ഡിസിഷൻ, അത് സന്തോഷം ആയിട്ട് നമ്മൾ സ്വീകരിക്കണം. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ളവരെയാണ് ഭഗവാൻ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ പോയി, അത് പോയി, ഇത് ശരിയായില്ല, അങ്ങനെയായി, ഇങ്ങനെയായി, എപ്പോഴും വ്യാകുലതയും കംപ്ലൈൻറ്റും മാത്രമേ ഉള്ളൂ. നടക്കാത്ത കാര്യങ്ങൾക്ക് വിഷമവും, നടന്ന കാര്യങ്ങൾക്ക് നന്ദി പറയാൻ സമയവുമില്ല നമ്മുടെ കയ്യിൽ. ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കാത്തേക്കാളും ഭംഗിയായിട്ട്. ആ കാര്യങ്ങൾക്ക് ഭഗവാനോട് നന്ദി പറയാൻ നമ്മുടെ കയ്യിൽ സമയമില്ല. ഇല്ലാത്തതിനെ കരയാൻ വേണ്ടി മാത്രമേ സമയമുള്ളൂ. സോ ഇതെല്ലാം ഒരു ശുദ്ധഭക്തരുടെ ക്വാളിറ്റീസാണ് ഇവിടെ പറയുന്നത്. ഭക്തരാകുമ്പോൾ ഇതിനെല്ലാം പ്രോപ്പറായിട്ട് നോക്കിക്കാണാൻ കഴിയുന്നവരായിരിക്കും. ഇനി അതേപോലെ തന്നെ കുട്ടികളുടെ കാര്യം, ഇനി കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അസുഖങ്ങൾ വന്നു, അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങൾ വരുന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാം, നമുക്കൊന്നും അറിയില്ല. എല്ലാം കർമ്മത്തിൻ്റെ ഫലമനുസരിച്ച് നടക്കാനുള്ളത്. അപ്പം നമ്മളതിനെ ടോളറേറ്റ് ചെയ്ത് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകണം, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, ഭഗവാനങ്ങൾ സമർപ്പിക്കുക. സംഭവിക്കാനുള്ളത് സംഭവിക്കും, അത്രയേ ഉള്ളൂ. ശുഭമായിട്ടുള്ളതും അശുഭമായിട്ടുള്ളതൊക്കെ നടക്കും. എല്ലാം നമ്മൾ ഉപേക്ഷിക്കുക. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വ്യാകുലതയും ആദിയും വിഷമവും ഒന്നും നമുക്കുണ്ടാവില്ല. പുറമേ ഉള്ളവർക്കായിരിക്കും കൂടുതൽ വിഷമം. അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ, അവർ അങ്ങനെ ഇങ്ങനെ. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ സ്പിരിച്വലി മെച്യൂർ ആയി തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നും നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല. അതാണ് സ്പിരിച്വലി മെച്യൂർ ആവുന്നതിൻ്റെ കുറേ സൈനുകൾ. പല കാര്യങ്ങളും നമ്മളെ എഫക്റ്റ് ചെയ്യാതെയാവും. നമ്മളെല്ലാം ആ സാഹചര്യം എത്ര പ്രോബ്ലത്തിലൂടെ കടന്നു പോകുമ്പോഴും അതിനെ തത്തേനു കമ്പം സുസമീക്ഷമാണോ ഭുഞ്ചാന ഏവാത്മകൃതം വിഭാഗം. ഭാഗവതം ദശമസ്കന്ധം 14-ാമത്തെ അധ്യായത്തിൽ ബ്രഹ്മാവ് പറയുന്ന പോലെ അത് ഭഗവാന്റെ നിശ്ചയമാണ്, എൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു സന്തോഷത്തോടുകൂടി. എന്ത് സംഭവിക്കുന്നു ജീവിതത്തിൽ അത് ഭഗവാന്റെ കാരുണ്യമായിട്ട്, ഭഗവാന്റെ കൃപയായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അതാണ് ഭഗവാൻ. അങ്ങനെയാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഭഗവാൻ. ഭക്തരുടെ ക്വാളിറ്റീസാണ് പറയുന്നത് ഇവിടെ. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് പ്രിയപ്പെട്ടതാണ് ഭക്തർക്ക് ഭഗവാൻ. അതാണ് പറയുന്നത്. പിന്നെ അവസാനം ഇവിടെ ശിലപ്രഭാത് പറയുന്നു,
ഭക്തർ അടുത്ത ക്വാളിറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭക്തർ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ്, അവനവന് വേണ്ടിയിട്ടല്ല, ഭഗവാന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്. സംസിദ്ധിർ ഹരിതോഷണം, ഭഗവാന്റെ സർവീസസിന് വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്ത് റിസ്ക് എടുക്കാനും അവർ തയ്യാറാണ്. എന്നാൽ അവനവൻ്റെ കാര്യങ്ങൾക്ക്, അവനവൻ്റെ കാര്യം എന്ന് ഉദ്ദേശിക്കുന്നത് ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി ഒരുപാട് റിസ്ക് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവർ റിസ്ക് എടുക്കില്ല. നേരെ മറിച്ച് ഭഗവാന്റെ സർവീസസ് നന്നായി നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭക്തി സേവനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിസ്ക്സ് അവരെടുക്കും. ശീല പ്രഭുപാദിനെ നോക്കിക്കഴിഞ്ഞാലും എത്ര റിസ്ക് അദ്ദേഹം എടുത്തിട്ടുണ്ട്. 70-ാമത്തെ വയസ്സിൽ 69-ാമത്തെ വയസ്സിൽ അമേരിക്കയിൽ വരുമ്പോൾ എത്ര റിസ്ക് ആയിരുന്നു. എല്ലാവരും അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചു, പോവരുത്, ഇത്രയും പ്രായമായിട്ട് എവിടേക്കാണ് പോകുന്നത്, അമേരിക്കയിൽ തണുപ്പ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്, അതൊന്നും ഈ ഒരു പ്രായത്തിൽ അങ്ങേക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അതൊരു കാര്യം വേറെ ഒരുപാട് കാര്യങ്ങൾ. അവിടെ പരിചയമുള്ള ആരുമില്ല, നമുക്ക് പറ്റുന്ന ഭക്ഷണമില്ല, എല്ലാം കൊണ്ടും പ്രതികൂലമായിട്ടുള്ള സാഹചര്യമാണ്, റിസ്ക്കാണ് പോകുന്നത്. അതും പോകുന്നത് ചരക്ക് കപ്പലിൽ 2 മാസം ഇരിക്കണം. എന്തൊക്കെ റിസ്ക് എടുത്തു. കാര്യം അദ്ദേഹത്തിന് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഈ ആന്തോളനം ചൈതന്യ മഹാപ്രഭു ആഗ്രഹിച്ചതുപോലെ, നമ്മുടെ ഗുരു പരമ്പര ആഗ്രഹിക്കുന്ന പോലെ അത് എല്ലായിടത്തേക്കും എത്തിക്കണം, ഗുരുവിൻ്റെ ആജ്ഞ പാലിക്കണം. ഇത് മാത്രമേ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം ഓൾറെഡി ശുദ്ധഭക്തനായതുകൊണ്ട് അദ്ദേഹം എല്ലാ റിസ്ക്കും വളരെ ഈസിയാണ്. എക്സ്റ്റേണലി നോക്കുമ്പോൾ ഈസിയല്ല, പക്ഷേ അദ്ദേഹം റിസ്ക് എല്ലാം എടുത്തു പ്രചരണം ചെയ്തു. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നു, അദ്ദേഹം എടുത്ത അന്നത്തെ റിസ്ക്. അതേപോലെ ഇന്നും നമുക്ക് കാണാം ഒരുപാട് ഗുരുജനങ്ങൾ അവരുടെ കംഫർട്ട് മാറ്റിവെച്ച്, അവരുടെ കംഫർട്ട്സ് എല്ലാം മാറ്റിവെച്ച് അവരേത് റിസ്ക്കും എടുത്ത് പോകുന്നു. ശ്രീല പ്രഭുപാദിൻ്റെ ഒരുപാട് ഡിസൈപ്പിൾസ് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ പോയിട്ട്, വെറും ആഫ്രിക്ക കൺട്രിയിൽ പോകുന്ന ആഫ്രിക്കയിലെ കാടുകൾ, ആമസോൺ കാടുകളിൽ വരെ പോയി പ്രചരണത്തിന് പോയിട്ടുണ്ട്. കാട്ടുവാസികൾക്കും അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ പറയുക, കാട്ടിലുള്ള ജീവിക്കുന്ന ആളുകൾക്കൊക്കെ കൊടുക്കാം. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് അവർ. ബ്ലാക്ക് മാജിക്, കൂടോത്രം, ഈ പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ പലവർക്കും അതിനുള്ള കുറേ റിസ്ക്കൊക്കെ അവർ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ രാജ്യങ്ങളിൽ കൂടുതലാണ് ഇതൊക്കെ. എന്നിട്ട് അസുഖം വരുന്നു, അവർക്ക് അനങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ അവിടെ പോയിട്ടുള്ള 2 ശ്രീല പ്രഭുപാദിൻ്റെ ഡിസൈപ്പിൾസ് അവർ പറയുകയാണ്, അവരുടെ എക്സ്പീരിയൻസ് അവർ പിന്നീട് ഷെയർ ചെയ്യുമ്പോൾ അവർ പറയുന്നു, ശരിക്കും അവർക്ക് ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് വരുന്നുണ്ടായിരുന്നു. അവർ നാമം ജപിക്കുന്നവരാണ്, ശ്രീല പ്രഭുപാദിൻ്റെ ഡിസൈപ്പിൾസാണ്, ആത്മാർത്ഥമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. മാത്രമല്ല ഗുരുവിൻ്റെ ആജ്ഞപ്രകാരമാണ് ഇവിടെ വന്നിട്ട് പ്രചരണം ചെയ്യുന്നത്. എന്നിട്ടും അവർക്ക് ഇതൊക്കെ ഇനീഷ്യലി ഫേസ് ചെയ്യേണ്ടി വന്നു. പക്ഷേ അവർക്ക് ഉള്ളിൽ നിന്ന് ഭഗവാൻ തോന്നിപ്പിക്കുന്നു, അല്ലേ, ചൈത്യഗുരുവായിട്ടുള്ള ഭഗവാൻ, ഗുരു അടുത്തില്ല, ഗുരുവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു അവസരവും ഇല്ല. കാര്യം കാട്ടിനകത്താണ്, ഗുരുവിനോട് ചോദിക്കാനുള്ളൊരു അവസരമില്ല. ഇങ്ങനെയൊക്കെ സംഭവങ്ങളാണ്, പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കൂ. നമ്മുടെ മുമ്പിൽ ഗുരുവില്ല, ശിക്ഷാഗുരുവില്ല, ആരുമില്ല. നമുക്ക് ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്നറിയില്ല, ചോദിക്കാൻ ആരുമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്തു ചെയ്യും? ഇത് നമ്മൾ പറയും ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്, കൂട്ടത്തിൽ ശ്രീ ഗുരു ഭഗവാന്റെ വിസ്തരണമാണ്, അല്ലേ, ഭഗവാന്റെ മാനിഫെസ്റ്റേഷനാണ് ശ്രീ ഗുരു. ശിക്ഷാഗുരു ഖേ കൃഷ്ണ ഹി സ്വരൂപ അന്തര്യാമി ഭക്തശ്രേഷ്ഠ ഈ ദുയിരൂപ. ചൈതന്യ ചരിതാമൃതം പറയുന്നു. ശിക്ഷാഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശിക്ഷാഗുരു ആ ശ്ലോകത്തിൽ ശിക്ഷാഗുരു എന്ന് എടുത്തു പറയുന്നത്, ശിക്ഷാഗുരു ആണെങ്കിലും ദീക്ഷാഗുരു ആണെങ്കിലും കൃഷ്ണ ഹി സ്വരൂപ, കൃഷ്ണൻ്റെ തന്നെ സ്വരൂപമാണ് എന്നാണ് പറയുന്നത്. ശിക്ഷാഗുരു കെ കൃഷ്ണ ഹി സ്വരൂപ അന്തര്യാമി ഭക്തശ്രേഷ്ഠ ഈ ദുയിരൂപ. അന്തര്യാമിയായിട്ടുള്ള ഭഗവാൻ, ചൈത്യഗുരുവായിട്ടുള്ള ആ ഭഗവാൻ തന്നെയാണ്. അന്തര്യാമിയായിട്ടുള്ള ഭഗവാൻ, അന്തര്യാമി ഭക്തശ്രേഷ്ഠ, ഭക്തശ്രേഷ്ഠനായിട്ട് നമ്മുടെ മുമ്പിൽ ഗുരുവായിട്ട് നിൽക്കുന്നു. ഈ ദുയിരൂപ, ഈ രണ്ടുപേരും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഭഗവാനോട് നേരിട്ട് നമുക്ക് കണക്ഷൻ വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ നോർമൽ ആ ഒരു പ്രാക്ടീസസിൽ നമുക്ക് ഗൈഡ് ചെയ്യാൻ നമ്മുടെ കൂടെ ഗുരു ഉണ്ടാവും, ശ്രീ ഗുരു ഉണ്ടാവും.
ദീക്ഷാ ശിക്ഷ ഗുരൂസ് ഉണ്ടാവും നമ്മളെ ഗൈഡ് ചെയ്യാൻ, ഭഗവാനെ പ്രതിനിധീകരിച്ച്. ശരിയല്ലേ? എന്നാൽ അവരും നമുക്ക് ആക്സസിബിൾ അല്ലാത്തൊരവസ്ഥ എന്താ? അങ്ങനെ ഒരു അവസ്ഥയിൽ എന്തായിരിക്കും അവസ്ഥ? ഇന്നത്തെ കാലത്തല്ല, ഇന്നത്തെ കാലത്ത് ഇൻ്റർനെറ്റും പല മാധ്യമങ്ങളും ഉണ്ട്. നമ്മൾ പറയുന്ന 50 വർഷം മുമ്പത്തെ കാര്യമാണ്. ഒന്നുമില്ല ആ സമയത്ത്, ഒന്നുമില്ല. അവരെന്ത് ചെയ്തു? ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു ഭഗവാനോടും ഗുരുവിനോടും, ശ്രീല പ്രഭുപാദനോടും, സ്വന്തം സ്പിരിച്വൽ മാസ്റ്ററിനോടും, രണ്ടുപേരെയും ഭഗവാനെയും. അപ്പോൾ ഭഗവാൻ ഉള്ളിൽ നിന്ന് അവർക്ക് ചൈത്യഗുരുവായിട്ടുള്ള ഭഗവാൻ പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഗുരുവിനെ പ്രാർത്ഥിച്ചോളൂ, ഗുരുവിനോട് പറഞ്ഞോളൂ, ഗുരുവിനോട് പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ അവരുടെ ഭാവം അതായിരുന്നു. അവർ പറയുന്ന എക്സ്പീരിയൻസ് ആണ്. ഭഗവാൻ അവരെ കൊണ്ട് തോന്നിപ്പിച്ചു, ഈ ഒരു സിറ്റുവേഷനിൽ ഗുരുവിന് മാത്രമേ രക്ഷിക്കാൻ സാധിക്കുള്ളൂ, ഗുരു ഇല്ല മുമ്പിൽ, പക്ഷേ ഗുരുവിനോട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. അവരവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ശീലപ്രഭുപാദനെ ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ പതുക്കെ പതുക്കെ അവർക്ക് ആ ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെട്ടു. മാത്രമല്ല അവർക്ക് രക്ഷപ്പെട്ട് പോരാൻ സാധിച്ചു. കുറച്ച് പേരെയൊക്കെ അവർ ഭക്തരാക്കി മാറ്റുവാനും സാധിച്ചു. അല്ലെങ്കിൽ വളരെ വലിയൊരു അപകടത്തിൽ പെട്ടതായിരുന്നു അവർ. അപ്പോൾ അവർ പുറത്ത് വന്നതിന് ശേഷം പറയുന്നത്, ശ്രീലപ്രഭുപാദാണ് ഞങ്ങളെ രക്ഷിച്ചത്, ഞങ്ങളുടെ ഗുരുവാണ് ഞങ്ങളെ രക്ഷിച്ചത്. കാര്യം ഗുരുവിനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. ഡയറക്റ്റ്ലി അദ്ദേഹത്തിന് ലെറ്റർ എഴുതാനോ ഫോൺ ചെയ്യാനോ ചാറ്റ് ചെയ്യാനോ വാട്സപ്പിൽ വിളിക്കാനോ സൂമിൽ കണക്ട് ചെയ്യാനോ ഒന്നും വകുപ്പില്ല. അതാണ് പറയുന്നത്, ഗുരുവും ഭക്തരും ശിഷ്യരും തമ്മിൽ ഹൃദയം കൊണ്ടാണ് കണക്ഷൻ, ഹാർട്ട് ടു ഹാർട്ട് കണക്ഷനാണ്. സോ അവർ പ്രാർത്ഥിച്ചു, ഗുരു അതിനുള്ള വഴി കൊടുത്തു, അനുഗ്രഹിച്ചു, അവരെ പ്രൊട്ടക്റ്റ് ചെയ്തു. സോ ചൈത്യഗുരുവായിട്ട് ഭഗവാനും ശ്രീ ഗുരുവായിട്ട് ദീക്ഷാ ശിക്ഷ ഗുരു നമ്മുടെ കൂടെയുണ്ട്. സോ ഇവർ എല്ലാവരും ഈ പറയുന്ന എല്ലാം ഒരേ സ്വരൂപമാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇവരാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആരും ഇല്ലെങ്കിലും ഇവരുണ്ട് നമ്മുടെ കൂടെ. ദിസ് ഈസ് ദ പോയിന്റ്. ഞാനതാണ് പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്. ആരുമില്ലാത്ത സാഹചര്യങ്ങളിലും നമുക്ക് ഇവരുണ്ട് കൂടെ. ശ്രീ ഗുരുവും ഭഗവാനും അവരൊരിക്കലും നമ്മളെ വിട്ടുപോകില്ല. ബാക്കി എല്ലാവരും നമ്മളെ വിട്ടുപോകും. ഭാര്യയാവട്ടെ, ഭർത്താവട്ടെ, മക്കളാവട്ടെ, ബന്ധുജനങ്ങളാവട്ടെ, സുഹൃത്തുക്കളാവട്ടെ, അവരൊക്കെ ഒരു പരിധി വരെ നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരു പരിധി വരെ മാത്രം, ഒരു ലിമിറ്റിനപ്പുറത്ത് അവർ വരുന്നില്ല. കാര്യം എന്താണ്? മരിക്കുമ്പോൾ പോകുന്നുള്ളത്. മരിക്കുന്നേക്കാൾ മുമ്പ് തന്നെ അവരുടെ റിലേഷൻഷിപ്സ് വീക്കാവാൻ വേണ്ടി എളുപ്പമാണ്. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ, ആ റിലേഷൻഷിപ്പിൽ നിന്ന് വേണ്ടത് ഇങ്ങോട്ട് കിട്ടുന്നില്ലെങ്കിൽ, അല്ലേ? കാര്യം ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാ റിലേഷൻഷിപ്സും ഒരേ ഒരു അജണ്ടയുള്ളതിന് പുറകിൽ. എനിക്ക് പുറം ചൊറിയാൻ സാധിക്കില്ല തന്നെ, അപ്പോൾ നിങ്ങൾ എനിക്ക് ചൊറിഞ്ഞു തരൂ, ഞാൻ നിങ്ങൾക്കും ചൊറിഞ്ഞു തരാം എന്ന് പറയുന്ന പോലെയാണ്. അതായത് എൻ്റെ ഇന്ദ്രിയങ്ങളെ നിങ്ങളെ സുഖിപ്പിക്കൂ, ഞാൻ നിങ്ങളെ സുഖിപ്പിക്കാം. ഇതാണ് ഫോർമുല ഈ ഭൗതിക ലോകത്തിൽ. നത്തിങ് എൽസ്. സോ ഈ ചൊറിഞ്ഞു കൊടുക്കുന്നതിൽ എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതോടെ കഴിഞ്ഞു, അതോടെ ആ ബന്ധം അവസാനിക്കുന്നു. എന്നാൽ ഗുരുവും കൃഷ്ണനുമായിട്ടുള്ള ബന്ധം അങ്ങനെയല്ല. അത് ശാശ്വതമായിട്ടുള്ള ബന്ധമാണ്. അവിടെ ആധ്യാത്മിക ലോകത്തിൽ പോകുന്നവരെ ശ്രീ ഗുരു നമ്മുടെ കൂടെയുണ്ട്. അവിടെ പോയി കഴിഞ്ഞാലും ശ്രീ ഗുരു ഉണ്ട്. ശ്രീ ഗുരു ചിലപ്പോൾ നമ്മുടെ ഗുരു എന്ന് പറയുന്ന സ്ഥാനത്തായിരിക്കില്ല, ഒരുപക്ഷെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഭഗവാന്റെ പാർഷദരായിട്ടുള്ള ഏത് ലെവലിലായിരിക്കും നമുക്ക് അറിയില്ല. കാര്യം അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ശീല ഭക്തി വിനോദ് ഠാക്കൂർ ഗോലക് വൃന്ദാവനത്തിലെ മഞ്ജരിയാണ്, കമലമഞ്ജരി. രാധാറാണിയുടെ കൃഷ്ണൻ്റെയും സെർവൻ്റാണ്, അല്ലെങ്കിൽ മെയ്ഡ് സെർവൻ്റാണ്. ശീല ജഗന്നാഥദാസ് ബാബാജി മഹാരാജ്, അദ്ദേഹം ആക്ച്വലി ഭക്തി വിനോദ് ഠാക്കൂർ അദ്ദേഹത്തിൻ്റെ ശിക്ഷാഗുരുവിനെ പോലെ കാണുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനേക്കാൾ സീനിയർ ആയിട്ടുള്ള വ്യക്തിയാണ്. നമ്മുടെ ഗുരുപരമ്പരയിൽ നോക്കിക്കഴിഞ്ഞാൽ ശീല ജഗന്നാഥദാസ് ബാബാജി മഹാരാജ് കഴിഞ്ഞിട്ടാണ് ഭക്തി വിനോദ് ഠാക്കൂർ വരുന്നത്. അപ്പോൾ ഭക്തി വിനോദ് ഠാക്കൂർ ശിക്ഷാഗുരുവിനെ പോലെ ഭക്തി വിനോദ് ഠാക്കൂറിൻ്റെ ശിക്ഷാഗുരു ആയിരുന്നു അദ്ദേഹം, ശീല ജഗന്നാഥദാസ് ബാബാജി. പക്ഷേ ശീല ജഗന്നാഥദാസ് ബാബാജി പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെർവൻറ്റിനോട്,
അത് ഇദ്ദേഹം ഉണ്ടല്ലോ, ഈ ഭക്തി വിനോദ് ഠാക്കൂർ എൻ്റെ ശിഷ്യനെ പോലെ ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളൂ. പക്ഷേ അവിടെ ഇദ്ദേഹം എൻ്റെ മുകളിലാണ്. എവിടെ? ഗോലോക വൃന്ദാവനത്തിൽ സ്ഥാനം ഭക്തി വിനോദ് ഠാക്കൂറിൻ്റെ സ്ഥാനമാണ് കൂടുതൽ. സോ അതിൻ്റെ അർത്ഥം നമ്മൾ ഗുരുവിനേക്കാൾ വലിയ ആളാണെന്നല്ല പറഞ്ഞത്, അതല്ല ഉദ്ദേശിച്ചത്. നമ്മളൊന്നും ആ കാറ്റഗറിയിൽ വരുന്നില്ല. ഭക്തി വിനോദ് ഠാക്കൂറും ജഗന്നാഥ് ദാസ് ബാബയാജിയൊക്കെ അവിടെ നിന്ന് ഡയറക്റ്റ്ലി വരുന്നവരാണ്. നമ്മളിവിടുത്തെ ബദ്ധാത്മാക്കളാണ്. അവരുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. എന്നാലും പറയുന്നു, ശ്രീ ഗുരു നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി അവിടെ വരെ ഉണ്ടാവും. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ശില ഗുരു മഹാരാജിൻ്റെ ഒരു ക്ലാസ് കേട്ടിട്ടുണ്ട്, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതേപോലെ വേറെ വരിഷ്ഠരായിട്ടുള്ള ഭക്തരിൽ നിന്നും കേട്ടിട്ടുണ്ട്. ഗുരുവിൻ്റെ ജോലി രാധാകൃഷ്ണനിലേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം പിന്നെ അവിടെ രാധാറാണിയുണ്ട്, രൂപമഞ്ജരിയുണ്ട്, അവരൊക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു ഉപാസനയാണെങ്കിൽ അവരാണ് തീരുമാനിക്കുന്നത് പിന്നെ ആരുടെ അടിയിലായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഒരു വേറെ ഏതെങ്കിലും ഭക്തരുടെ അടിയിലായിരിക്കും. അപ്പോൾ ആ സമയത്ത് ശില ഗുരു മഹാരാജ് പറയുന്നത്, ചിലപ്പോൾ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം മേ ബി എന്താ പറയുക, നമ്മളൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ആയിരിക്കും ചിലപ്പോൾ അവിടെ എത്തിയതിന് ശേഷം എന്നും പറയുന്നു. ചിലപ്പോൾ ഇതേപോലെ ഗുരുമഞ്ജരി എന്ന് പറഞ്ഞൊരു രൂപമുണ്ട്, അങ്ങനെ ആയിരിക്കാം. ഇതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പല രീതിയിലും പല ഓപ്ഷൻസും ഉണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഉണ്ട്. അതിൽ എന്തായാലും നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ അല്ലാതെ എന്നാലും പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഗുരു പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ശ്രീ ഗുരു നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന കാലത്തും ആധ്യാത്മിക ലോകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും ശ്രീ ഗുരു ഉണ്ട്. നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, ഇദ്ദേഹമാണ് എന്നെ അവിടെ നിന്ന് രക്ഷിച്ചത് എന്നുള്ളത്. ഇദ്ദേഹം അവിടെ രൂപം എന്തായിരിക്കും നമുക്കറിയില്ല. സഖ്യഭാവമാണോ, വാത്സല്യഭാവമാണോ, മാധുര്യഭാവമാണോ എന്നറിയില്ലെങ്കിൽ പോലും ഇദ്ദേഹമാണ് നമ്മുടെ. ഇപ്പോൾ ഗുരുമഞ്ജരി അങ്ങനെ കുറേ സ്ഥാനമുള്ളവരുണ്ട് അവിടെ, ആ ഒരു സ്ഥാനമുള്ളവർ. സോ വെറൈറ്റി ഓഫ് ആ ലോകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തയ്ക്ക് അതീതമായിട്ടുള്ളതാണ്. അവിടെ പോകുമ്പോഴേ നമുക്കിതൊക്കെ മനസ്സിലാവുള്ളൂ. എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും. ഓക്കെ, 2, 4, 3 ശ്ലോകം കൂടെയുണ്ട് ബാക്കി. സമാശത്രു ച മിത്രേ ച തഥാ മാനാപമാനയോ ശീതോഷ്ണ സുഖദുഃഖേഷു സമസംഗ വിവർജിതഃ തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേതാസ്ഥിരാമതിർ ഭക്തിമാൻ മേ പ്രിയോ നരഃ. ഹരേ കൃഷ്ണ. സമശസ്ത്രൗ ച മിത്രേ ച തഥാ മാനോപമാനയോഃ ശീതോഷ്ണസുഖദുഃഖേഷു സമസംഗവിവർജിതഃ തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേതസ്ഥിരമതിർഭക്തിമാൻ മേ പ്രിയോ നരഃ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സമശത്രുമിത്രേജ. ഹരേ കൃഷ്ണ. വായിച്ചോട്ടെ. വായിക്കൂ. സമശത്രുജ മിത്രേജ തഥാ മാനാപമാനയോഃ ശീതോഷ്ണസുഖദുഃഖേഷു സമസംഗവിവർജിതഃ തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേതസ്ഥിരമതിർ ഭക്തിമാൻ മേ പ്രിയോ നരഃ. ഹരേ കൃഷ്ണ. താങ്ക് യു. യെസ്, ഷീമ മാതാജി വായിച്ചോളൂ. ഷീമ മാതാജി വായിക്കാനുണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. സമശത്രുജമിത്രേ ച തഥാ മാനാപമാനയോ ശീതോഷ്ണസുഖദുഃഖേഷു സമസംഗ വിവർജിതഃ തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേതസ്ഥിരമതിർ ഭക്തിമാൻ മേ പ്രിയോ നരഃ. ഹരേ കൃഷ്ണ. താങ്ക് യു. ആരെങ്കിലും വിവർത്തനം ഭാവാർത്ഥം വായിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കൂ. വിവർത്തനം. ഹരേ കൃഷ്ണ. ശത്രുക്കളിലും മിത്രങ്ങളിലും സമഭാവനയോടെ മാനാപമാനങ്ങൾ, ശീതോഷ്ണങ്ങൾ, സുഖദുഃഖങ്ങൾ, ആദരവും അനാദരവും, യശസ്, ദുഷ്കീർത്തി എന്നീ ദ്വന്ദ്ങ്ങളെ ഒരേവിധം കൈക്കൊണ്ട് അസത്സംഗത്തിൽ നിന്ന് എല്ലായ്പ്പോഴും മുക്തനും മൗനിയും ജ്ഞാനത്തിൽ ഉറച്ചവനും സദാ സംതൃപ്തനുമായി ഗാർഹികബോധം ഉപേക്ഷിച്ച് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭക്തൻ എനിക്ക് എത്രയും പ്രിയപ്പെട്ടവനാണ്. ഭാവാർത്ഥം. എല്ലാതരം ദുസ്സംഗങ്ങളിൽ നിന്നും മുക്തനാണ് ഭക്തൻ.
ചിലപ്പോൾ സ്തുതി കേൾക്കേണ്ടി വരും, ചിലപ്പോൾ ആക്ഷേപവും. മനുഷ്യ സമുദായത്തിന് സ്വാഭാവികമാണത്. ഭക്തൻ കൃത്രിമങ്ങളായ ഈ കീർത്തിക്കും ദുഷ്കീർത്തിക്കും സുഖദുഃഖങ്ങൾക്കും അതീതനത്രേ. ക്ഷമാശീലനാണയാൾ. കൃഷ്ണനെക്കുറിച്ചല്ലാതെ ആ മനുഷ്യന് സംഭാഷണ വിഷയമില്ല. അതുകൊണ്ട് മൗനി എന്ന് പറയപ്പെടുന്നു. മൗനം എന്നതിനർത്ഥം സംസാരിക്കാതിരിക്കൽ എന്നല്ല, നിരർത്ഥമായി സംസാരിക്കാതിരിക്കുക എന്നാണ് മൗനത്തിനർത്ഥം. അത്യാവശ്യമായതേ ആരും സംസാരിക്കാവൂ. ഭക്തന് ഏറ്റവും ആവശ്യമായത് ഭഗവാന് വേണ്ടിയുള്ള സംഭാഷണമാണ് താനും. ഏതൊരവസ്ഥയിലും സന്തുഷ്ടനായിരിക്കും ഭക്തൻ. ചിലപ്പോൾ അയാൾക്ക് സ്വാദേറിയ ഭക്ഷ്യസാധനങ്ങൾ കിട്ടും, ചിലപ്പോൾ ഇല്ല. എങ്കിലും അയാൾ സംതൃപ്തനാകുന്നു. താമസസ്ഥലത്തെ സൗകര്യങ്ങളെക്കുറിച്ചും അയാൾക്ക് നിഷ്കർഷയില്ല. താമസം മരച്ചുവട്ടിലായാലും അരമന പോലുള്ള കെട്ടിടത്തിലായാലും ശരി, അയാൾക്ക് രണ്ടിലും ആസക്തിയില്ല. തന്റെ നിശ്ചയത്തിലും ജ്ഞാനത്തിലും ഉറച്ചു നിൽക്കുകയാണ് ഭക്തൻ. അതുകൊണ്ട് അദ്ദേഹത്തെ സ്ഥിരധീഹി എന്ന് വിളിക്കുന്നു. ഭക്തന്റെ ഈ യോഗ്യതകളെക്കുറിച്ചുള്ള വിവരണത്തിൽ ചിലപ്പോൾ ആവർത്തനം കാണാം. ഭക്തൻ ഈ യോഗ്യതകളെല്ലാം നേടിയേ കഴിയൂ എന്നതിന് ഊന്നൽ കൊടുക്കുകയാണ് ഇതുകൊണ്ട് ചെയ്യുന്നത്. സദ്ഗുണങ്ങളില്ലാത്ത ഒരാൾ വിശുദ്ധ ഭക്തൻ ആവില്ല. ഹരാവ അഭക്തസ്യ കുതോ മഹത് ഗുണാഹ. ഭക്തൻ സൽഗുണ സമ്പന്നനാണ്. ഭക്തനല്ലാത്തവന് നല്ല ഗുണങ്ങളൊന്നുമില്ല. ഭക്തൻ എന്നറിയപ്പെടണമെങ്കിൽ ഗുണങ്ങൾ വളർത്തിയെടുക്കണം. അതിനുവേണ്ടി ഒരാൾ കരുതിക്കൂട്ടി പ്രവർത്തിക്കേണ്ടതില്ല. കൃഷ്ണാവബോധത്തോടെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നത് തന്നെ വിശിഷ്ട ഗുണങ്ങൾ വളർത്താൻ സ്വാഭാവികമായി സഹായിക്കും. ഹരേ കൃഷ്ണ. ഹരേ താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. അതിമനോഹരം ഇവിടെ പറയുന്നു. സമ ശത്രു ച മിത്രേ ച. ശത്രുക്കളും മിത്രങ്ങളും ഒരേപോലെ സമഭാവത്തോടുകൂടി. അതേപോലെ തഥാ മാനാപമാനയോ. മാനം അപമാനം ഒരേപോലെ കാണുന്നു. ശീതോഷ്ണ സുഖദുഃഖേഷു. അതായത് സന്തോഷവും അല്ലെങ്കിൽ ചൂടും തണുപ്പും എല്ലാം ഒരേപോലെ, എല്ലാത്തിലും ഒരേപോലെ കാണുന്നു. സുഖ ദുഃഖങ്ങളിൽ ഒന്ന്, ശീതോഷ്ണമാവട്ടെ സുഖദുഃഖമാവട്ടെ, ഇതിനെല്ലാം സമഭാവത്തോടുകൂടി കാണുന്നവർ. സംഘവർജിത, അതായത് നല്ല അല്ലെങ്കിൽ അഭക്തരുമായിട്ടുള്ള അസോസിയേഷൻ, സംഘത്തെ വർജിക്കുക എന്നുള്ളത്. ശീല പ്രഭുപാദ് ഭാവത്തിൽ പറയുന്നുണ്ട് ഒരു പോയിന്റ്. നമ്മൾ വിചാരിക്കും ഇത് വീണ്ടും നമ്മളിത് നേരത്തെ വായിച്ചതല്ലേ, റിപ്പീറ്റഡ് അല്ലേ, എന്തുകൊണ്ട് വീണ്ടും പറയുന്നു? പ്രഭുപാദ് അത് എടുത്ത് പറയുന്നുണ്ട്. നമുക്ക് ആദ്യം വരുന്ന ചിന്ത ഇതാണ്, ഇതെന്തിനാണ് ഭഗവാൻ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുന്നത്? പല സ്ഥലങ്ങളിലായിട്ട് ഒരേ കാര്യം തന്നെ പറഞ്ഞു. ഇതിനു മുമ്പും പറഞ്ഞു ടോളറേറ്റ് ചെയ്യാനും സമഭാവവും ഇക്വിപ്പോയിസ്റ്റും ഒക്കെ പറഞ്ഞതാണല്ലേ, വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഊന്നി പറയുവാണ്. കാര്യം ഇതൊക്കെയാണ് ക്വാളിറ്റീസ് വേണ്ടത്, നമ്മളെവിടെ എത്തിയിട്ടില്ല, കുറേ ഇനി മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളത് എന്ന് പറയുവാണ്. സോ അതിനെ ഊന്നി പറയുകയാണ്. നമ്മൾ പറയും ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമ ഇവ കേവലം ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോലെ എന്തിനാണ് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത്? ഊന്നി പറയുന്നു, ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടി, മനസ്സിലാക്കി വെച്ച് തരാൻ വേണ്ടി. അതേപോലെ ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റഡ്ലി പറയുന്നത് പോലെ നമുക്ക് തോന്നുന്നു. എന്നാൽ അത് റിപ്പീറ്റേഷൻ ആയിട്ട് ഭഗവാൻ അത് പറയാൻ അറിയാഞ്ഞിട്ടോ അത് കിട്ടാത്ത വാക്കുകൾ ഉപയോഗിക്കുന്നതോ വീണ്ടും അതിനെ റിപ്പീറ്റ് ചെയ്യുന്നതൊന്നുമല്ല, വേറെ ക്വാളിറ്റീസ് അല്ല, ഭഗവാൻ ഊന്നി പറയുവാണ് അതിന് ഇമ്പോർട്ടൻസ്. അതാണ് പോയിന്റ്. സംഘവർജിത. പിന്നെ തുല്യനിന്ദ സ്തുതിർ മൗനി. ഇവിടെ കുറേ ക്വാളിറ്റീസ് പറയുന്നു. അപ്പോൾ തുല്യനിന്ദ അതായത് ആരെങ്കിലും നമ്മളെ മോശമായിട്ട് പറയുകയാണെങ്കിലും നിന്ദിച്ചാലും കുഴപ്പമൊന്നുമില്ല, അതിലൊന്നും നമ്മൾ മാറുന്നില്ല. സ്തുതിയാണെങ്കിലും സ്തുതിയാവട്ടെ നിന്ദയാവട്ടെ ഒരു പ്രശ്നമില്ല. മൗനി ഇവിടെ പറയുന്നു. മൗനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാതെ ഇരിക്കുന്ന ആൾ എന്നുള്ളത് അതിൻ്റെ അർത്ഥം ഭഗവാനെക്കുറിച്ചല്ലാത്ത കാര്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള പ്രജൽപ്പങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അവർ വായ തുറക്കുന്നത് ഭഗവാനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി മാത്രം, അല്ലാത്ത കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ. അതാണ് മൗനി. അങ്ങനെയാണ് മൗനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗനവ്രതം എടുക്കുന്നു എന്നുള്ളതല്ല. മൗനവ്രതം എടുക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, ഭഗവാനെക്കുറിച്ച് മാത്രം പറയുക, ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്ന് മൗനം പാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെ ശീലപ്രഭാത് ഭാവത്തിൽ പറയുന്നു, ഓക്കെ അത് കഴിഞ്ഞിട്ടില്ല. സന്തുഷ്ട ഏന കേനചിത്, സന്തുഷ്ടരാണ് ഏത് സിറ്റുവേഷനിലും. അനികേത സ്ഥിര മതിർ
അതായത് വീടിന് വേണ്ടി പാർപ്പിടം താമസിക്കാൻ വേണ്ടി വലിയ വലിയ പ്ലാനൊന്നും ചെയ്യില്ല. എന്താണ് അവസരം, എങ്ങനെയാണ് അവർക്ക് താമസിക്കാനുള്ള ഒരു ചാൻസ് കിട്ടുന്നത്, എന്താണ് കിട്ടുന്നത്, അതിൽ അവർ ഹാപ്പിയാണ്. അതിനുവേണ്ടി കൂടുതൽ അവർ പ്രയത്നിച്ചൊന്നും ചെയ്യാൻ പോകുന്നില്ല. അതേപോലെ സ്ഥിരബുദ്ധിയോടുകൂടിയുള്ള വ്യക്തി, മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയദാർഢ്യം, അതിന് മാറ്റമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല, ഒരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നു. അങ്ങനെയുള്ളവർ എനിക്ക് പ്രിയപ്പെട്ടതാണെന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഒരു ഭക്തൻ അവരെപ്പോഴും മോശമായിട്ടുള്ള കൂട്ടുകെട്ടിൽ നിന്ന് അവർ മാറി നിൽക്കുന്നു. അഭക്തരുമായിട്ട് കൂട്ടുകൂടില്ല. കാര്യം അവരുമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറും. നമ്മൾ ഓൾറെഡി അങ്ങനെ ആയിരുന്നവരായിരിക്കും. തിരിച്ച് നമ്മൾ എങ്ങനെയൊക്കെയോ കുറച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇനി വീണ്ടും പഴയ ഒരു കൂട്ടുകെട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പഴയ പോലെയാവും. അതിന് ഒരു ബുദ്ധിമുട്ടുമില്ല, എളുപ്പമാണ്. അതിന് ഒരു മാസം ഒരു കൊല്ലമൊന്നും ആവശ്യമില്ല. ഇത്രയും ആവാൻ നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. അത്ര സമയം വേണ്ട മോശമാവാൻ ഒരു മണിക്കൂർ മതി, അതുപോലും വേണ്ട. ഇത്രയും നന്നാവാൻ കുറേ സമയമെടുത്തു, വർഷങ്ങൾ എടുത്തിട്ടുണ്ടാവും. നഷ്ടപ്പെടാൻ ഒരു നിമിഷം മതി. അതുകൊണ്ടാണ് അഭക്തരുമായിട്ടുള്ള കൂട്ടുകെട്ട് നമുക്ക് നല്ലതല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഭക്തരായിട്ടുള്ളവർ ഇവിടെ ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട്, ഭക്തർ സംഘവർജിത, അങ്ങനെയുള്ള സംഘത്തിൽ നിന്നും അവർ മാറി നിൽക്കുന്നു. പിന്നെ അവർക്ക് എന്ത് സ്തുതിയാവട്ടെ, നിന്ദയാവട്ടെ, ദുഃഖമാവട്ടെ, എന്താണെങ്കിലും കുഴപ്പമില്ല, അവർ ഒരേപോലെ കാണുന്നു. ക്ഷമശീലം ഉണ്ടാവും, ക്ഷമയോടുകൂടി നേരിടുന്നു എല്ലാ കാര്യങ്ങളും. പിന്നെ പറയുന്നു, കഴിക്കാനുള്ള ഭക്ഷണത്തിൻ്റെ കാര്യം, ഒരുപാട് സ്വാദിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. എന്താണോ ഉള്ളത് അതിൽ ഹാപ്പിയാണ് അവർ. അതേപോലെ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പറയുന്നു, അതിനുവേണ്ടി ഒരുപാട് വലിയ പാലസിൽ താമസിക്കണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. ഇനി മരത്തിൻ്റെ കീഴിലാണ് താമസിക്കാനുള്ള അവസരമുള്ള വെച്ചാൽ അത് ഓക്കെ, കുഴപ്പമില്ല, എന്താണെങ്കിലും ഒരേപോലെ. ശീല പ്രഭുപാദനോട് പലവരും ചോദിച്ചിട്ടുണ്ട്. പ്രഭുപാദന് ഡിസൈപ്പിൾസ് ആയി തുടങ്ങിയ സമയത്ത് അമേരിക്കയിൽ അദ്ദേഹത്തെ റോൾസ് ലോയ്സ് കാറിലൊക്കെ കൊണ്ടുപോകും. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ശീല പ്രഭുപാദനോട് പലവരും ചോദിക്കാറുണ്ട്, നിങ്ങൾ അതായത് എക്സ്റ്റേണലി ആളുകൾക്ക് തോന്നും അദ്ദേഹം അതിൽ അറ്റാച്ച്ഡ് ആണെന്ന്. അദ്ദേഹത്തിന് റോൾസ് റോയ്സ് കാറാവട്ടെ, ഇനി ഒന്നുമില്ല, നടക്കാനാണെങ്കിലും അദ്ദേഹം ഒരേപോലെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഹീസ് നോട്ട് സീയിങ് ദ ഡിഫറൻസ്. റോൾസ് റോയ്സ് ആവട്ടെ, ഇനി കാളവണ്ടി ആയാലും അദ്ദേഹത്തിന് വ്യത്യാസമില്ല, ഒരേപോലെ കാണുന്നു. ആ സിറ്റുവേഷനിൽ എന്താണോ അത്, അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ മനസ്സും അദ്ദേഹത്തിൻ്റെ ചിന്തയും ഇവിടെയല്ല. അതാണ്, അങ്ങനെയാണ് സമചിത്ത ഭാവം ഉള്ള ഭക്തരങ്ങനെയായിരിക്കും. അതാണ് പറയുന്നത്. അപ്പോൾ ശീല പ്രഭുപാദ് ഫൈനലി കൺക്ലൂഡ് ചെയ്യുന്നു, ഈ ക്വാളിഫിക്കേഷൻസൊക്കെ, ഭക്തരുടെ ക്വാളിഫിക്കേഷൻസൊക്കെ നമ്മുടെ പ്രയത്നം കൊണ്ട് വരുന്നതല്ല. അങ്ങനെ നമ്മൾ പ്രയത്നിച്ച് അതായത് ഇന്ന് നാളെ തൊട്ട് ഞാൻ ഇങ്ങനെയാവണം എന്ന് പറഞ്ഞ് നമ്മൾ തീരുമാനമെടുത്ത് ചിലപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കും, പക്ഷെ എല്ലാം നടക്കില്ല. കുറച്ച് കാര്യങ്ങൾ എൻഡെവർ വേണം നമ്മുടെ ഭാഗത്തുനിന്ന്. പക്ഷേ അതിനു വേണ്ടി ഇപ്പോൾ പുറത്തുനിന്ന് നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന പോലത്തെ ഒരു സംഭവമല്ല അത്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ദിവസം തപസ് ഇരുന്നിട്ടും കാര്യമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളല്ല. എൻഡെവർ ആവശ്യത്തിന് വേണം, പക്ഷേ കൂടുതലും ഇത് നാച്ചുറലി വരുന്ന കാര്യങ്ങളാണ്. അതാണ് പറയുന്നത്. നാച്ചുറലി സ്വാഭാവികമായിട്ടും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ചിന്താഗതിയിലും ഇത് വരും ഓട്ടോമാറ്റിക്കലി. എങ്ങനെയാണെങ്കിൽ ഭക്തി സേവനങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ സ്പിരിച്വൽ കൃഷ്ണ കോൺഷ്യസ് പ്രാക്ടീസസ് ചെയ്യുന്നുണ്ടെങ്കിൽ നാച്ചുറലി ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം ഈ ക്വാളിറ്റീസൊക്കെ ഡെവലപ്പ് ചെയ്യും. അതാണ് പറയുന്നത്. ഭഗവാൻ നമുക്ക് ക്വാളിറ്റീസ് തരുന്നതാണ്. കാര്യം നമ്മളതിനു വേണ്ടി ഭക്തി സേവനങ്ങൾ ചെയ്യുമ്പോൾ നാച്ചുറലി നല്ല ക്വാളിറ്റീസ് വരും, ചീത്ത ക്വാളിറ്റീസ് നമ്മുടെ നിന്ന് പോകും. അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഓക്കെ, അവസാനത്തെ ശ്ലോകം ഇങ്ങോട്ട് കഴിഞ്ഞാൽ അധ്യായം കഴിയുന്നു. യേതു ധർമാമൃതം ഇതം യഥോക്തം പര്യുപാസത്തെ ശ്രദ്ധാധാനാ മത്പരമ ഭക്താസ്തേതീവ മേ പ്രിയ. ആരെങ്കിലും ഒരാൾ ശ്ലോകം വായിച്ചാൽ മതി, ബാക്കി അടുത്ത ആൾ ട്രാൻസ്ലേഷനും പർപ്പോട്ടും വായിക്കും. യെസ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ.
हेतु धर्म्यामृतमिदं यथोक्तं परिभाषते श्रद्धदानामत्परमा भक्तास्तेऽतीव मे प्रियाः. हरे कृष्ण. താങ്ക് യു. വിവർത്തനം ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. വിവർത്തനം. നാശരഹിതമായ ഈ ഭക്തിയുത സേവനമാർഗം പിന്തുടർന്ന് എന്നെ പരമലക്ഷ്യമാക്കിക്കൊണ്ട് വിശ്വാസത്തോടുകൂടി പൂർണ്ണമായും എന്നിൽ മുഴുകുന്നവർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ഈ അധ്യായത്തിൽ 2ാമത് ശ്ലോകം മുതൽ അവസാനം വരെ മയ്യാവേശ മനോയേമാം എന്ന് മനസ്സുറപ്പിച്ചു മുതൽ ഏതു ധർമ്യാമൃതമിതം ഈ സനാതനധർമ്മം വരെ ഭഗവാൻ തന്നെ സമീപിക്കുന്നതിനായിക്കൊണ്ടുള്ള അതീന്ദ്രിയ സേവനമാകുന്ന ഈ പ്രക്രിയ വിവരിച്ചു. കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ടവയാണ് ഈ പ്രക്രിയകൾ. അവയിൽ ഏർപ്പെടുന്നവരെ ഭഗവാൻ സ്വീകരിക്കുകയും ചെയ്യുന്നു. വ്യക്തിശൂന്യവാദികളോ ഭഗവത് സേവകനോ ആരാണ് ഉത്തമനെന്നായിരുന്നു അർജുനന്റെ ചോദ്യം. ഭക്തിപൂർവം ചെയ്യുന്ന ഭഗവത് സേവനമാണ് ആത്മസാക്ഷാത്കാരത്തിനുതകുന്ന പ്രക്രിയകളിൽ വെച്ച് ശ്രേഷ്ഠമെന്നുള്ളതിന് സംശയമില്ല എന്ന് കൃഷ്ണൻ സ്പഷ്ടമാക്കുന്നു. സജ്ജന സഹവാസത്താൽ ഒരാൾക്ക് ഭക്തിപൂർവമായ സേവനത്തിൽ താല്പര്യം വളരും. അങ്ങനെ ഒരു ആധ്യാത്മിക ആചാര്യനെ സമീപിച്ച് അദ്ദേഹത്തിൽ നിന്ന് ശ്രവിക്കാനും അതോടൊപ്പം ജപിക്കാനും വിധിക്കപ്പെട്ട നിബന്ധനകൾക്ക് വഴങ്ങി ശ്രദ്ധ, ആസക്തി, ഭക്തി എന്നിവകളോടെ സേവന വ്രതത്തിൽ ഏർപ്പെടാനും കഴിയുന്നതാണ്. ഈ മാർഗമാണ് ഈ അധ്യായത്തിൽ ശുപാർശ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് പരമപുരുഷനെ പ്രാപിക്കുന്നതിനും ആത്മസാക്ഷാത്കാരത്തിനുമുള്ള ഒരേ ഒരു നിരപേക്ഷമായ മാർഗം ഭക്തിയുത സേവനമാണെന്നതിന് സംശയമില്ല. നിരപേക്ഷ തത്വത്തിന്റെ അവ്യക്തിഗത ഭാവം ഈ അധ്യായത്തിൽ പറഞ്ഞതുപോലെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുന്നതുവരെ മാത്രമേ സ്വീകാര്യമാവൂ. ഒരു വിശുദ്ധ ഭക്തനെ കണ്ടുമുട്ടാത്തിടത്തോളം കാലം ഈ അവ്യക്തഗത ഭാവം പ്രയോജനകരമാണ് എന്നർത്ഥം. നിരപേക്ഷ സത്യത്തെ അവ്യക്തഗതമായി സങ്കല്പിക്കുന്ന ഒരാൾ ഫലം ഉദ്ദേശിക്കാതെ കർമ്മം അനുഷ്ഠിക്കുകയും ധ്യാനിക്കുകയും ശരീരത്തെയും ആത്മാവിനെയും കുറിച്ചുള്ള അറിവ് നേടാൻ ശ്രമിക്കുകയും ചെയ്യും. ഒരു ശുദ്ധഭക്തന്റെ സാമീപ്യമില്ലെന്നിരിക്കെ ഇത് ആവശ്യമാണ്. ഭാഗ്യവശാൽ കൃഷ്ണാവബോധം നേടി പവിത്രമായ ഭഗവത് ഭക്തി സേവനത്തിൽ ഏർപ്പെടാൻ ആഗ്രഹമുദിച്ചാൽ ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഇങ്ങനെ പടിപടിയായി മുന്നേറേണ്ടതില്ല. ഭഗവത്ഗീതയുടെ മധ്യത്തിലുള്ള 6 അധ്യായങ്ങളിൽ വിവരിക്കപ്പെടുന്ന ഭക്തിയുത സേവനമാണ് ഇവിടെ അനുയോജ്യമാവുക. അയാൾക്ക് ശരീരം പുലർത്തേണ്ടുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടി വരില്ല. ഭഗവത് കൃപ കൊണ്ട് അതെല്ലാം തനിയെ നടന്നുകൊള്ളും. ഭക്തിയോഗം എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 12ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമീപിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു, താങ്ക് യു പ്രഭുജി. ഇവിടെ ഭഗവാൻ പറയുന്നു, ഏതു ധർമാമൃതം ഇതം യഥോക്തം പര്യുപാസത്തെ. ആരാണോ ഈ വഴി, ഈ ഭക്തിയുത സേവനങ്ങൾ എന്ന് പറയുന്ന ഒരിക്കലും നശിക്കാത്ത ശാശ്വതമായിട്ടുള്ള ഒരു മാർഗമാണിത്. ആരാണോ ഇത് ഫോളോ ചെയ്യുന്നത്, ആരാണോ പൂർണ്ണമായിട്ട് ശ്രദ്ധദാന മത് പരമ യഥോക്തം പര്യുപാസത്തെ, ആരാണോ ശ്രദ്ധയോടുകൂടി പൂർണ്ണമായിട്ടും ഇതിൽ ഭക്തിയോ സേവനങ്ങൾ ചെയ്യുന്നത്, ശ്രദ്ധദാന വിശ്വാസത്തോടുകൂടി, മത് പരമ എന്നെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ആരാണോ ഇത് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഭക്തസ്തെ അതീവമേ പ്രിയ, എൻ്റെ അതീവ പ്രിയരാണെന്നത്. ഹരിബോൽ. സോ ഭഗവാൻ പറയുന്നു, അപ്പോൾ അതീവ ആവാൻ വേണ്ടി ഭഗവാൻ പറയുന്നു, ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നവർ പൂർണ്ണമായിട്ടും ജീവിതത്തിൻ്റെ ലക്ഷ്യം മത് പരമ ഭഗവാനെ മാത്രം മാറ്റിക്കൊണ്ട് ആരാണോ വിശ്വാസത്തോടു കൂടിയിട്ട് ഇത് ഫോളോ ചെയ്യുന്നത്, അങ്ങനെയുള്ളൊരു അതീവ പ്രിയരാണെന്ന് പറയുന്നു എൻ്റെ കൃഷ്ണൻ. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഈ ഒരു അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും 2ാമത്തെ ശ്ലോകം മുതൽ ഇതുവരെ ഭഗവാൻ പറയുന്നു എന്താണ്, ഭക്തിയുത സേവനങ്ങളുടെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നു, ഭക്തരുടെ ക്വാളിറ്റീസ് പറയുന്നു അല്ലേ. അപ്പോൾ ഇതെല്ലാം തുടങ്ങുന്നത് അർജുനൻ്റെ ഒരു ചോദ്യത്തിൽ നിന്നാണ്. അർജുനൻ ചോദിച്ചിരുന്നു, അതായത് നിരാകാര ബ്രഹ്മവാദം, നിർഗുണ ബ്രഹ്മവാദമാണോ അതോ ഭക്തിയുത സേവനങ്ങളാണോ, ഏതാണ് നല്ലത്, ഏത് മാർഗമാണ് ശരി നല്ലത് എന്ന് ചോദിച്ചു. അതിനുള്ള ഉത്തരമാണ് ഭഗവാൻ പറയുന്നത്. ആ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയുത സേവനങ്ങളാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. ആധ്യാത്മിക പാതയിൽ ഭക്തിയുത സേവനങ്ങൾ മാറ്റിവെച്ചു കഴിഞ്ഞാൽ
അല്ലെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. നിർഗുണ ബ്രഹ്മവാദം അല്ലെങ്കിൽ അതെല്ലാം നമ്മൾ പറയാറുണ്ട് ബ്രഹ്മവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇതിൻ്റെ ഒരു മാർഗത്തിലേക്ക് വന്നിട്ടുണ്ട്, പക്ഷേ പൂർണ്ണതയായിട്ടില്ല, അല്ലേ? പൂർണ്ണമായിട്ടുള്ള അറിവ് അവർക്കില്ല. ശീല പ്രഭുപാദ് പറയുന്നു, അതുകൊണ്ട് ഒരു ശുദ്ധഭക്തൻ്റെ അസോസിയേഷൻ, ശുദ്ധഭക്തൻ അവരുടെ ജീവിതത്തിൽ, അതായത് ശുദ്ധഭക്തൻ എന്ന് ഉദ്ദേശിക്കുന്ന ഗുരു, ശ്രീ ഗുരു ജീവിതത്തിൽ വരാത്തവർക്ക് ഒരുപക്ഷെ ഈ പറയുന്ന നിരാകാര ബ്രഹ്മവാദമൊക്കെ ഒരുപക്ഷെ ബെനിഫിഷ്യൽ ആവും. കാര്യം അവർ അറ്റ്ലീസ്റ്റ് സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്നുണ്ട്. മറ്റേ നമ്മളെ നിരീശ്വരവാദികളെ പോലെയോ ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ആളുകളല്ല. ഈ നിർഗുണ ബ്രഹ്മവാദം ചെയ്യുന്നവർ അറ്റ്ലീസ്റ്റ് അവർ ഒരുപാട് മെഡിറ്റേഷനും ഒരുപാട് സ്പിരിച്വൽ പ്രാക്ടീസസും ഒരുപാട് ത്യാഗങ്ങളും വ്രതങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട്. അവർ ബെറ്ററാണ്, മറ്റുള്ള കാറ്റഗറി നോക്കുമ്പോൾ ബെറ്ററാണ്. എന്നാൽ അതേ ആളുകൾ അപ്പോൾ ഒരു ശുദ്ധഭക്തനെ മീറ്റ് ചെയ്യുന്നത് വരെ, അവരുടെ ശുദ്ധഭക്തനെ അവരുടെ ജീവിതത്തിൽ വരുന്നത് വരെ ഒരുപക്ഷെ ഇത് ഉപകാരമായി മാറും. ഒരു ശുദ്ധഭക്തൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്ന അങ്ങനെയുള്ള ഭക്തൻ. അങ്ങനെയുള്ള ഒരു ഭക്തൻ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പിന്നെ കാര്യങ്ങൾ മാറുന്നു. അപ്പോൾ പിന്നെ അവർ ലോവർ പ്രൈമറി സ്കൂളിൽ നിന്ന് ഹൈസ്കൂളിലേക്ക് പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നു ഭക്തിയിൽ അവർ വരുന്നു. കാര്യം ആ ശുദ്ധ ഭക്തനിൽ നിന്ന് ഭക്തിയുത സേവനങ്ങൾ അവർ പഠിക്കുന്നു. അങ്ങനെ അവർക്ക് ശുദ്ധഭക്തരായി മാറാൻ അവർക്കും സാധിക്കുന്നു. ഇതാണ് മാർഗം. അങ്ങനെയുള്ളതും അങ്ങനെ ഒരു മാർഗവുമുണ്ട്. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി എടുക്കുക. അപ്പോൾ നമ്മളെന്തായാലും നിർഗുണ ബ്രഹ്മവാദത്തിൽ ആദ്യം പോയി കുറച്ച് കാലം ഇരുന്നിട്ട് പിന്നെ മുന്നോട്ട് പോകാൻ നോക്കേണ്ട ആവശ്യമില്ല. കാര്യം ഒരുപക്ഷെ ഇതിനും മുമ്പുള്ള ജന്മങ്ങളിൽ ചിലപ്പം നമ്മൾ അങ്ങനെ ആയിരുന്നിട്ടുണ്ടാവും. ഇപ്പോഴാണ് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ളത്, ഭക്തി മാർഗത്തിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്കിനി വേറെ മാർഗം മാറേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ടുള്ള വഴിയിൽ തന്നെയാണ് നമ്മളിരിക്കുന്നത്. ഇനി ഒന്നുമില്ല നമുക്ക് മുന്നോട്ടോ അല്ലെങ്കിൽ ഇതിന് നല്ലൊരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല, ഇതിന് നല്ല ഓപ്ഷൻ ഇല്ല. എല്ലാം ബെസ്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഭാഗവതം, ഹരിനാമം, ഭഗവത്ഗീത, ശുദ്ധഭക്തരുടെ അസോസിയേഷൻ, വേറെ എന്താ വേണ്ടത്? നമുക്ക് എല്ലാം ഉണ്ട്. ഇതിന് നല്ലൊരു മാർഗം വേറെ ഇല്ല നമ്മുടെ മുമ്പിൽ. അപ്പോൾ ഇനി തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ 100% വിശ്വാസത്തോടു കൂടി, നിശ്ചയദാർഢ്യത്തോടു കൂടി ഭഗവാനെ മാത്രം ലക്ഷ്യമാക്കി വെച്ചുകൊണ്ട് നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സക്സസ് ഉണ്ടാവും. അതാണ് പറയുന്നത്. ഇതാണ് ശില പ്രഭുപാദജി ഭഗവാൻ കൃഷ്ണനും ഈ അധ്യായത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഭഗവാന്റെ മഹാകാരുണ്യം കൊണ്ട് 12ാമത്തെ അധ്യായം നമ്മൾ പഠിച്ചിരിക്കുന്നു. കുറച്ചൊക്കെ പഠിച്ചു, കുറച്ച് വായിച്ചു. ഓർമ്മയുണ്ടോ എന്തോ എന്ന് ചോദിച്ചാൽ അറിയില്ല. എന്നാലും കുറേ കാര്യങ്ങൾ പഠിക്കുന്നു, വായിക്കുന്നു, വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴാണ് നമുക്ക് ഓർമ്മ വരുന്നത്. എന്താണെങ്കിലും ഭഗവാൻ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം വേണം. ഇനിയും മുന്നോട്ട് പഠിക്കുവാനും പഠിച്ചത് ഓർക്കുവാനും ജീവിതത്തിൽ അത് ആചരിക്കുവാനും അല്ലേ, എല്ലാം ആവശ്യമാണ്. അപ്പോൾ പ്രാർത്ഥനയോടുകൂടി ശ്രീ ഗുരുവിൻ്റെയും ശീല പ്രഭുപാദിൻ്റെയും ഗുരു പരമ്പരയുടെയും തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഇന്നത്തെ ഡിസ്കഷൻ, ഇന്നത്തെ ഭഗവത്ഗീത പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ശ്രീ ഭഗവത്ഗീത കി ജയ, ശ്രീല പ്രഭുപാദ് കി ജയ, ശീല ഗുരുദേവ് കി ജയ, ഗൗഡിയ ഗുരുവൃന്ദ കി ജയ, ഗൗരപ്രേമാനന്ദ. താങ്ക് യു. ഹരേ കൃഷ്ണ.